ഇന്നത്തെ നമ്മുടെ അതിഥി ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾക്ക് വളരെയധികം പരിചിതയായ ഒരു ഗായികയാണ്. മറ്റാരുമല്ല, നമ്മളുടെ സ്വന്തം മിൻമിനി. നമസ്കാരം. സുഖായിരിക്കുന്നു? സുഖായിരിക്കുന്നു. എത്ര വർഷമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എത്ര വർഷമായി? 88 ആയിരുന്നു. ചിന്ന ചിന്ന ആശൈ 92. അതിനുശേഷം പിന്നെ ഒരു ഫ്ലൈയിങ് ആയിരുന്നല്ലേ? എല്ലാ ഭാഷയിലും പാടിയില്ലേ? 7 ഭാഷകള്. ഏതൊക്കെ? തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഒറിയ, ബഡുഗ, ഹിന്ദി. എന്തായാലും ഞാൻ സീറ്റിലോട്ട് അയക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് അങ്ങോട്ട് വിടാം. തമിഴ്നാടാണോ അതോ കേരളമാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. എന്നെ വളർത്തിയത് കേരളമാണ്. അപ്പൊ ഇവിടെ എൻ്റെ ഒരു കൊച്ചു ഗ്രാമമുണ്ട്, കീഴ്മാട്, ആലുവയ്ക്കടുത്ത്. അവിടെയുള്ള കുറെ നിഷ്കളങ്കരായ ഗ്രാമവാസികളുണ്ട്. അവരാണ് എന്നെ വളർത്തി ഒരു ഗായികയാണ് എന്ന് മറ്റുള്ളവർ പറയത്തക്ക വിധം എന്നെ പ്രോത്സാഹിപ്പിച്ചത് ആ നാട്ടുകാരാണ്. പിന്നെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും. എൻ്റെ തറവാട് എന്ന് എനിക്ക് തോന്നുന്ന ഒരു സ്ഥാപനമുണ്ട്, എറണാകുളം കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, CAC. അവിടുത്തെ ഡയറക്ടർ മൈക്കിൾ പനക്കിലച്ചൻ പോയി. ഒരുപാട് പാടിയിട്ടുണ്ട്. അപ്പൊ അവിടെ വെച്ചാണ് രാജാമണി മാഷ് എന്നെ കാണുന്നത്. ആ സ്റ്റുഡിയോയിൽ എനിക്ക് പാടാൻ അവസരം കിട്ടിയത് മുതൽ ഞാൻ അവിടുത്തെ ഗാനമേളകൾക്കും പാടുമായിരുന്നു. പക്ഷെ ഞാനിവിടുന്ന് പോകുമ്പോൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ അർജുനൻ മാസ്റ്റർ, രാഘവ് മാസ്റ്റർ, ജി രാധാകൃഷ്ണൻ സാറ്, ചിദംബരനാഥൻ സാറ്, രാജാമണി സാറ്, വിദ്യാധരൻ മാഷ്, ജെറി അമൽദേവ് സാറ്, ജോബോൻ ജോർജ്, വേണി ഇഗ്നേഷ്യസ്, അങ്ങനെ പോകും. കുറേ ഉണ്ട്. വിദ്യാസാഗർ മലയാളത്തിൽ വരുന്നതിന് മുമ്പ് തെലുങ്ക് പാടിയില്ലേ? തെലുങ്ക് അത് ചെന്നൈന് ശേഷം. എന്തായാലും ഇന്ത്യയിലുള്ള 7 ഭാഷകളിൽ പാടിയ ഒരു മികച്ച ഗായികയാണ് മിനി. സോ ബാക്കി കാര്യം നമുക്ക് ഇരുന്ന് സംസാരിക്കാം. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. കേരളത്തിലെ ആദ്യകാല ഗാനമേള ഗായകരിൽ ഒരാളെയാണ് ഞാൻ ഇന്ന് ക്ഷണിക്കുന്നത്. MS ബാബുരാജ് എന്ന ലെജൻഡിനോടൊപ്പം പലതവണ വേദി പങ്കിടാൻ സാധിച്ച ഒരു ഭാഗ്യവാൻ. ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സലാം കോഴിക്കോട്. ഹായ്, എൻ്റെ പേര് സലാം കെ. ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. ഒരു സത്യം പറയാലോ, എൻ്റെ വയസ്സ് 68 കഴിഞ്ഞ് 69ലേക്ക് കടക്കുകയാണ്. ഗാനമേളകളുടെ തുടക്കം മുതലേ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പല വേദികളിലുമായിട്ട്. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവാനുഗ്രഹം കൊണ്ട്. മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിയിച്ച മലരാണോ? ദേവരാജൻ മാഷ്, MS ബാബുരാജ്, ഗസൽ ഗായകൻ ഉമ്പായി തുടങ്ങിയ ഒരുപാട് കലാകാരന്മാർ, കേരളത്തിലെ പ്രശസ്തരായ കലാകാരന്മാരൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാനതൊരു മഹാഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന, മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന. അപ്പോൾ ഞാൻ ഈ വേദിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ഫ്ലോറിൽ കാണാം. നമസ്കാരം സലാമിക്ക, സുഖമായിരിക്കുന്നോ? ഒരുപാട് ഓർമ്മകളാണ് പുറകോട്ട് പോകുന്നത്. ഇവര് എത്രയോ വേദികൾ, ഗാനമേളകൾ പങ്കിട്ട മഹാപ്രതിഭാശാലികളാണ്.